2024 രണ്ടാമത്തെ IPO ആണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ദുബായ് പാർക്കിംഗ് വന്നിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പം ദുബായിലെ സെക്കൻഡ് IPO വരുന്നു. അപ്പം ഇത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ്, എല്ലാവർക്കും അറിയാം. സ്പിന്നീസ് ആണ് IPO ആയിട്ട് ഇപ്പം IPO കൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഏകദേശം 900 മില്യൺ ഷെയർസ് ആണ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല. April 1 നമുക്ക് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. സ്പിന്നീസ് എന്ന് വെച്ചാൽ ഒരു പ്രീമിയം സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് സ്പിന്നീസ് എന്ന് പറയുന്നത്. 1961 ദുബായിൽ ഒരു സിംഗിൾ സ്റ്റോർ ആയിട്ട് തുടങ്ങിയതാണ് സ്പിന്നീസ് എന്ന് പറഞ്ഞ ഷോപ്പ്. ഇപ്പോൾ ഏകദേശം 75 പ്രീമിയം ഷോപ്പുകളുണ്ട്, അത് ദുബായിലും ഒമാനിലുമായിട്ടൊക്കെ. ഇപ്പോൾ ഒരു IPO വന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ GCC കൺട്രീസിലുള്ള എക്സ്പാൻഷനാണ്. സൗദിയിലോട്ടൊക്കെ എക്സ്പാൻഷൻ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ബേസിലാണ് ഇപ്പോൾ IPO വന്നേക്കുന്നത്. IPOയുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 900 മില്യൺ ഷെയർസ് ആണ് അത് വിൽക്കുന്നത്, 25%. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 45 മില്യൺ ഷെയർസോളം വിൽക്കുന്നുണ്ട്, 5% ഉള്ളത്. ബാക്കിയുള്ള 855 മില്യൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്. മാത്രമല്ല ഇത് IPO സ്റ്റാർട്ട് ചെയ്യുന്നത് 23rd 29 വരെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. പിന്നെ ഫൈനൽ പ്രൈസ് അറിയുന്നത് 1 May ആണ്. പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 5,000 dirhams ആണ്. അഡീഷണൽ നമുക്ക് എത്ര വേണം ആഡ് ചെയ്യാം, അതായത് ടോട്ടൽ നമുക്ക് 5,000 മിനിമം ആയിരിക്കും, പക്ഷെ അതിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ അലോക്കേഷൻ ആൻഡ് റീഫണ്ട് ഒക്കെ 7th May പോകും. ലിസ്റ്റിംഗ് 9th ആണ്. പിന്നെ എമിറേറ്റ്സ് NBD, ഫാബ്, എംബാങ്ക്, CBD ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. DFM കൂടെയും ബ്രോക്കർ കൂടെ ഇത് അപ്ലൈ ചെയ്യാം. സാലിക്കും അല്ലെങ്കിൽ പാർക്കിംഗ് ഒക്കെ IPO ലിങ്കിന് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ലിസ്റ്റിംഗിന് കിട്ടാനും കിട്ടാതിരിക്കാനുള്ള ചാൻസുകളുണ്ട്. ബിക്കോസ് സാലിക്കും IPO എന്നൊക്കെ പറയുന്ന ഒരു ഗവൺമെന്റ് കമ്പനി ആയിരുന്നു, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് സ്പിന്നീസ്. അപ്പം അതിൻ്റെ എത്രത്തോളം അതിന് ആൾക്കാർ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ ഡേയിലെ ഒരു പ്രോഫിറ്റ്. ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടാതിരിക്കുക, അത് ചാൻസസ് ആണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ IPO ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഓരോന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലോങ് ടൈമിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നോക്കുക. അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്ത് എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത